പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് നമ്മുടെ ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ആ പരാജയപ്പെട്ടതിനെ ഡ്രൈവിംഗ് സ്കൂളുകാർ പാൽപ്പായസ വിതരണം നടത്തിയും ഒപ്പം തന്നെ പടക്കം പൊട്ടിച്ചും ആഘോഷിക്കുന്നതിൻ്റെ ഒരു വീഡിയോയായിരുന്നു. തീർച്ചയായും ഡ്രൈവിംഗ് സ്കൂളുകാർ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരാജയം ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ ഒരു മേഖലയെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ശ്രമിച്ച സ്വന്തം വകുപ്പിലെ ഒരു വിഭാഗത്തിനെ, അല്ലെങ്കിൽ 1,00,000 പേരോളം വർക്ക് ചെയ്യുന്ന ഈ ഒരു മേഖലയെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച ഒരു മന്ത്രി എന്നുള്ള രീതിയിലായിരുന്നു. ആദ്യമേ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ന്യായങ്ങൾ വളരെ മനോഹരമായിരുന്നു കേൾക്കുവാനും കാണുവാനുമൊക്കെ. കാരണം അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒപ്പം തന്നെ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും ഒക്കെ വന്ന് കേരളത്തിൽ അങ്ങോളം നടക്കുന്ന ആക്സിഡൻറ്റുകൾ അത് പൂർണ്ണമായും എല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കഴിവുകേട് കൊണ്ടാണ് എന്ന് വരെ വരുത്തി തീർക്കുവാൻ ഒരു വകുപ്പ് മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാറിന് സാധിച്ചു. കാരണം ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അതിൻ്റെ ഉത്തരവാദി അയാളെ പഠിപ്പിച്ച ഡ്രൈവിംഗ് സ്കൂളുകാരനായിരുന്നു, അല്ലെങ്കിൽ അവനെ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ഡ്രൈവിംഗ് സ്കൂളുകാരനായിരുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരാൾ അലക്ഷ്യമായി വാഹനം ഓടിച്ചാൽ അത് ആ വ്യക്തി ഓടിക്കുന്നയാളുടെ കുഴപ്പമല്ല, അത് അവനെ പഠിപ്പിച്ച ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കുഴപ്പമായിരുന്നു. ആക്സിഡൻ്റ് ഉണ്ടായാൽ അതും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തലയിൽ കെട്ടിവയ്ക്കുന്ന ഒരു വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നും, അന്ന് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, സാധാരണക്കാർക്ക് തോന്നും, ഒരു കുഞ്ഞ് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ആദ്യം വരുമ്പോൾ അവിടെയുള്ളവർ അവനെ ആദ്യം മദ്യപിക്കാനാണ് പഠിപ്പിക്കുന്നത്. ആയതിനു ശേഷം വാഹനത്തിൽ കയറിയാൽ തല തിരിച്ച് ബേക്കിലോട്ട് നോക്കിയിരുന്ന് വണ്ടി ഓടിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഒപ്പം തന്നെ അമിത വേഗതയിൽ വണ്ടി ഓടിപ്പിച്ച് ആക്സിഡൻ്റ് ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ശ്രീ ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഡ്രൈവിംഗ് സ്കൂളുകാരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഈ ഒരു മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കുകയും അത് കോർപ്പറേറ്റ് കമ്പനികളെ ഏൽപ്പിച്ചുകൊണ്ട് അവർ നിശ്ചയിക്കുന്ന ഫീസുകളിൽ കുട്ടികൾ വണ്ടി പഠിപ്പിക്കുവാൻ നിർബന്ധിതരാകേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിൻ്റെ ഉദ്ദേശം. കാരണം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നത് വഴി പിന്നീട് അവർ തീരുമാനിക്കുന്നതാകും ഫീസ്. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് എത്തിപ്പിടിക്കുവാനാകാത്ത രീതിയിൽ അവർ ഫീസ് നിശ്ചയിച്ചാൽ, അല്ലെങ്കിൽ ആ ഫീസ് കൊടുത്ത് കുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഒപ്പം തന്നെ പറയട്ടെ, അമിതമായ ഫീസും അമിതമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് ഒരു കിട്ടാക്കനിയായി മാറിയാൽ തീർച്ചയായും പൊതുസമൂഹം ലൈസൻസ് ഇല്ലാതെ തന്നെ വാഹനം ഓടിക്കുവാനും, അങ്ങനെ എന്തെങ്കിലും വാഹനം ഓടിച്ച് ആക്സിഡൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് തുക പോലും കിട്ടാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന് വേണ്ടി ഗതാഗത വകുപ്പ് മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാർ മുന്നിട്ടിറങ്ങുകയും അത് തിരിച്ചറിഞ്ഞ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുകളും ഒപ്പം തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരും പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയും ആ സമരം നടത്തിയത് വഴി മന്ത്രി കൂടുതൽ പ്രതികാര നടപടികളിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ KSRTC വഴിയും അതല്ലെങ്കിൽ പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളുകൾ വഴിയും ഇന്ന് ചെറിയ തുകകളിൽ അല്ലെങ്കിൽ ഫീസുകളിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തിയ സമരത്തിൻ്റെ ഫലമായിരുന്നു എന്ന് ഓർക്കുക.
അതല്ല, അന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ സമരത്തിലേക്ക് പോയില്ല. നിങ്ങൾ പറയുന്ന രീതിയിൽ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പരിഷ്കാരങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ സ്കൂളുകൾ ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളുടെ കുട്ടികളും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയും വലിയ തുകകൾ കൊടുത്ത് വണ്ടി പഠിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമായിരുന്നു. ആയതുകൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാറിൻ്റെ പരാജയം ഡ്രൈവിംഗ് സ്കൂളുകാർ ഏറ്റെടുക്കുകയും അതിനെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. നന്ദി.